സ്വാഗതം. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കി കളക്ഷൻസ് എന്താണെന്നുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിയിട്ടില്ല, പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു, വിചാരിക്കുന്നു. പിന്നെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതാണ് കളക്ഷൻസ് അല്ല, സോറി, ഹെൽപ്പേഴ്സ് എന്താന്നുള്ളത്, ലാറവലിന്റെ ഹെൽപ്പേഴ്സ് എന്താന്നുള്ളത്. അപ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നുമില്ല. കുറേ ഫങ്ഷൻസ് കിടപ്പുണ്ട്, യൂസ് ചെയ്യാനുള്ളത്, റീയൂസബിൾ ആയിട്ട് കിടക്കുന്ന കുറേ ഫങ്ഷൻസ് കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക, ഇങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളത്. അത് മാത്രം ജസ്റ്റ് അങ്ങ് പറഞ്ഞിട്ട് പോവാം. ഓക്കെ. പിന്നെ നമ്മൾ പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്യാം. പിന്നെ ഫസ്റ്റ് ആണ് ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ എന്താക്കുക, ചാനലിൽ പോയിട്ട് ഫസ്റ്റത്തെ വീഡിയോ, അതായത് പാർട്ട് 1 വീഡിയോ കണ്ടിട്ട് വൈത്താലെ മെല്ലെ മെല്ലെ കണ്ട് ഓരോന്ന് തീർത്തിട്ട് വരിക. ഇതൊക്കെ കുറേ വീഡിയോസ് കഴിഞ്ഞിട്ട് വരുന്ന ടോപ്പിക്സ് ആണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കണ്ടു തീർക്കുക. പിന്നെ നമ്മളൊരു വാട്സപ്പിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ലാറവൽ ഡെവലപ്പേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി പോലെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനോ അല്ലെങ്കിൽ വേറെ ആൾക്കാരോ ഇഷ്ടംപോലെ ഉണ്ടാവും അതിൻ്റെ അകത്ത് ആൻസർ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ക്ലിയർ ചെയ്ത് തന്നോളും. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം ഹെൽപ്പേഴ്സ് എന്താന്ന്. ഹെൽപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഗ്ലോബലായിട്ട് നമുക്ക് റീയൂസബിൾ ആയിട്ട് വരുന്ന കുറേ ഫങ്ഷൻസ് ഉണ്ട്, ഹെൽപ്പർ ഫങ്ഷൻസ് ഉണ്ട്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ യൂസി ഫസ്റ്റ്, അതായത് യൂസി ഫസ്റ്റ് അപ്പർ കേസ്, ഫസ്റ്റ് ലെറ്ററിനെ അപ്പർ കേസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് പിന്നെ STR ടു ടൈം, അങ്ങനെ പണ്ട് കുറേ സാധനങ്ങളുണ്ടല്ലോ, സോർട്ട്, സോർട്ട്, മറ്റത് എന്നൊക്കെ പണ്ട് ഒരുപാട് സാധനങ്ങൾ കിടക്കുന്നുണ്ട്. സോ ഇങ്ങനത്തെ കുറേ ഹെൽപ്പർ ഫങ്ഷൻസ് ലാറവലിൽ തന്നെ കുറച്ച് ഉണ്ട് പോകുന്നത്. PHP-നകത്ത് ഓൾറെഡി കുറേ ഹെൽപ്പർ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതേപോലെ ലാറവലിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ അവർ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ചിലപ്പം ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുന്നത് PHP-ൻ്റെ തന്നെ സാധനങ്ങളായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. അപ്പോൾ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അവരെന്താ വെച്ചാൽ കാട്ടട്ടെ. നമുക്ക് ലാറവൽ പറയുന്നത് എന്താണോ അതങ്ങ് ചെയ്യാം. നോക്കി നോക്കാം എന്താ തന്നെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് നോക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വെണ്ടർ ഫയലിൻ്റെ ഉള്ളിലുണ്ടാവും എന്താ അവർ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ള. ക്ലാസിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെണ്ടർ ഫോൾഡറിൻ്റെ ഉള്ളിലുണ്ടാവും, പോയി നോക്കി നോക്ക് കേട്ടോ. എങ്കിലും ഇപ്പോൾ അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള സമയമില്ല. അപ്പോൾ നമുക്ക് നേരെ എന്താക്കാം, ഫസ്റ്റത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ അറേൻ്റെ ഹെൽപ്പർ ഫങ്ഷൻസ് നോക്കാം എന്തൊക്കെയാന്നുള്ളത്. അപ്പോൾ ഈ അറേ ഹെൽപ്പർ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ആക്സസിബിൾ ഒന്നും വേണ്ട, അതൊന്നും നമുക്ക് യൂസ് ചെയ്യാനുള്ള ആവശ്യം വരുന്നില്ല. ഓക്കെ. അറേ ആഡ് എന്ന് പറയുന്നത് ഒന്ന് സൂം ചെയ്ത് വെച്ചേക്കാം. അറേ ആഡ് നെയിം ഡെസ്ക്, എന്നിട്ട് ഇങ്ങനത്തെ ഒരു അറേൻ്റെ അകത്തേക്ക് പ്രൈസിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, നെയിമിൽ എന്ന് പറയുന്നതിലേക്ക് ഡെസ്ക് ഉണ്ട് ഓൾറെഡി, അതിലേക്ക് പ്രൈസ് 100 എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. സിമ്പിൾ സാധനങ്ങളാണ്. അറേ കൊളാപ്സ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടിയിട്ട് കണ്ടില്ലേ, ഈ 1 2 3 എന്ന് പറയുന്ന ഒരു അറേ ഉണ്ട്, 4 5 6 ഉണ്ട്, 7 8 9 ഉണ്ട്. ഇതിനെല്ലാം കൂടി ഒരു ഒറ്റ അറേ ആക്കി തരാൻ വേണ്ടിയിട്ട് അറേ കൊളാപ്സ്. അതായത് അറേ കൊണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അറേ ഫങ്ഷൻസ് ആണ്, അറേന്റെ ഹെൽപ്പേഴ്സ് ആണ് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് കൂടുതൽ നോക്കി നോക്കാം. എക്സെപ്റ്റ് ഒക്കെ നമ്മൾ റിക്വസ്റ്റ് ഒക്കെ പറഞ്ഞ സമയത്ത് ഓർക്കുന്നുണ്ടോ ചെയ്തതായിട്ട്, അതായത് ഇതിൻ്റെ ഒന്ന് ഒഴികെ വേറെ ഏതെങ്കിലും ഒരെണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അറേൻ്റെ അകത്ത് എക്സിസ്റ്റ് ആണോ എന്നുള്ളത് നോക്കുന്നത്. നെയിം എന്ന് പറയുന്ന സാധനം അതിൻ്റെ അകത്ത് എക്സിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ട്രൂ വരും. സാലറി ഉണ്ടോ നോക്കുന്നു, മുകളിൽ എവിടെ നെയിമും ഉണ്ട് ഏജും ഉണ്ട്, സാലറി ഇല്ല, അപ്പോൾ ഫോൾസ് വരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മളെന്താ ഈസ് അറേയോ അങ്ങനല്ല ഇന്നറേയൊക്കെ ചെക്ക് ചെയ്യുന്നില്ലേ. അപ്പോൾ ഇതൊക്കെ ഇവിടെയൊക്കെ വർക്കാവുന്ന ചിലപ്പോൾ എക്സിസ്റ്റ് വർക്കാവുന്ന സമയത്തൊക്കെ ഇന്നറേക്കും ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വർക്കാവുക. പക്ഷെ നമ്മൾ എന്താക്കുന്നത് നേരെ ഇവരെ പറഞ്ഞ വഴിക്ക് കൂടെ വേണം ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് ഇന്നർ എഴുതിക്കുക, ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ അകത്ത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ദെൻ അറേൻ്റെ കുറച്ച് കാര്യങ്ങൾ ഫോർഗറ്റ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്തിട്ട് വിടുന്നത്, അങ്ങനത്തെ പരിപാടികൾ അറേയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാസ് വേറെ സാധനം കിടക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇനിയിപ്പോൾ അറേ നമുക്ക് പോക്കട്ടെ, ഒഴിവാക്കി നോക്കാം. ഇനി നമുക്ക് നേരെ അറേന്ന് പ്ലക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് ചെയ്ത സമയത്ത് പറഞ്ഞതുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു കോളത്തിനെ മാത്രം പിടിച്ചിങ്ങോട്ടേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ അത് ഇത് കണ്ടില്ലേ, നെയിം എന്ന് പറയുന്നത് സാധനങ്ങൾ ഡെവലപ്പറിൻ്റെ ഉള്ളിലെ നെയിമിനെ മാത്രം പ്ലക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ടൈലറിനെ അബിഗെയിൽ എന്തോ അവർ പേര് കറക്റ്റായിട്ട് ഇങ്ങോട്ട് കണ്ടില്ല, വേറൊരു അറേ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് അറേ ലെവലിൽ എന്തൊക്കെ തരത്തിലുള്ള ഹെൽപ്പേഴ്സ് നമുക്ക് റീയൂസബിൾ ആയിട്ട് വരുന്നുണ്ടോ, അതായത് എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ആവശ്യമായിട്ട് വരുന്ന സംഭവങ്ങളുണ്ടോ, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു ഗ്ലോബൽ ഫങ്ഷൻസ് ആക്കിയിട്ട് ഒരു ഹെൽപ്പർ ഫയലിൽ കൊണ്ടുപോയിട്ട് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. പ്രിപ്പൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ലാസ്റ്റിലേക്ക് ആഡ് ചെയ്യാനല്ലേ പ്രിപ്പൻറ്റ് വരുന്നത്, അല്ല 1 2 3 4 പ്രിപ്പൻറ്റ് ചെയ്യുന്ന സമയത്ത് പ്രിപ്പൻറ്റ് 0നെ പ്രിപ്പൻറ്റ് ചെയ്യാൻ വേണ്ടി, പ്രിപ്പൻറ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റും പ്രിപ്പൻറ്റ് ഫസ്റ്റും അപ്പൻഡ് ലാസ്റ്റും, അത് അപ്പൻഡ് ഉണ്ടോ എന്നുള്ളത് നോക്കി നോക്കാം. ദെൻ പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ റിമൂവ് ചെയ്യാനുള്ളത്, റിമൂവ് എ കീ വാല്യൂ പെയർ ഫ്രം ആൻ അറേ.
അറിയുന്ന ഡാറ്റ ഇൻസേർട്ട് ചെയ്യുക, അപ്ഡേറ്റ് പുതിയത് ആഡ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ടല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ അകത്തേക്ക് യൂസ് ചെയ്യാം. ദെൻ ഷഫിൾ ചെയ്യുന്നതുണ്ടല്ലേ, അറേനെ ഷഫിൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലൊരു ഷഫ്ലിംഗ് സിസ്റ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ജസ്റ്റ് ഒരു ഷഫ്ലിംഗ് അങ്ങ് കൊടുക്കുക, അറേ ഷഫിൾ എന്നിട്ട് കൊടുത്താൽ അത് തിരിഞ്ഞ് അങ്ങോട്ട് വന്നോളും. റാൻഡംലി ഓരോ തവണ റീഫ്രഷ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ഷഫിൾ ചെയ്ത് വന്നോളും. ഓക്കെ. ദെൻ സോർട്ട് ചെയ്യാനുള്ള ക്ലാസ്സും കാര്യങ്ങളും. പിന്നെ പോണ വേറെ ഡാറ്റ ഫില്ല്, ഡാറ്റ ഗെറ്റ്, ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങളുണ്ട്. അത് ലാസ്റ്റ് ഇനി പാത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ആപ്പിൻ്റെ പാത്ത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി നോക്കാം ആപ്പിൻ്റെ പാത്ത് എങ്ങനെയാണ് അവിടെ വരുന്നതെന്നുള്ളത്. ഇത് നേരത്തെ കളക്ഷൻസ് ചെയ്തത് ഇതങ്ങ് പോട്ടെ. ഇവിടെ പാത്ത് റിട്ടേൺ $പാത്ത് എന്താ വരുന്നത് നോക്കാം. യൂസേഴ്സ് ജിഷാൽപി പ്രൊജക്ട്സ് ലാറവൽ ട്രെയിനിങ് ആപ്പ്, ഇതാണല്ലേ. ഇത് ഇപ്പം ഏത് ഫോൾഡറിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അതായത് ആപ്പിൻ്റെ പാത്ത്, ആപ്പ് എന്ന് പറയുന്ന ഈ സാധനത്തിൻ്റെ ഫോൾഡറിലെ ആപ്പ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഇതങ്ങ് വിളിച്ചു കഴിഞ്ഞാൽ മതി. അപ്പോൾ ആ ഫോൾഡറിൻ്റെ പാത്ത് കറക്റ്റായിട്ട് കിട്ടുന്നതാണ് കറക്റ്റായിട്ട് പറയുന്നത്. ഓക്കെ. ദെൻ ബേസ് പാത്ത് എന്താ നോക്കി നോക്കാം. ബേസ് പാത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബേസ് പാത്ത് എന്ന് പറയുമ്പോൾ എന്താവും നോക്കി നോക്കാം. റിഫ്രഷ് ചെയ്യുന്നു, ഇതുണ്ടല്ലേ ബേസ്, ഇതുവിടം വരെ ഉള്ളത്, റൂട്ട് വരെ ഉള്ളത്, അതിൻ്റെ ആപ്പ് എന്ന് പറയുന്ന ഫോൾഡറില്ല, ബേസ് പാത്ത് അത് മാത്രം എടുക്കുന്നു. ഓക്കെ. സോ അതേപോലെ കോൺഫിഗ് പാത്ത്, അതായത് കോൺഫിഗറേഷൻ്റെ ഫോൾഡറിൻ്റെ പാത്ത് കിട്ടും കറക്റ്റായിട്ട്. നോക്കി നോക്കാം, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തിട്ട് നോക്കി നോക്കാം. കോൺഫിഗ് എന്നിട്ടൊരു സ്ലാഷ് ഇട്ടിട്ട് കോൺഫിഗ് കൂടിയും വരും, അതല്ലേ കോൺഫിഗ് വന്നു. സോ ഇതിലെ ഫോൾഡറിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും എടുക്കണമെന്നുണ്ട്, ഡാറ്റാബേസ് പാത്ത്, മൈഗ്രേഷൻ ഫയലിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ള ഡാറ്റാബേസ് പാത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ അത്, ലാംഗ്വേജിൻ്റെ പാത്ത്, അങ്ങനത്തെ കാര്യങ്ങൾ എടുക്കാൻ. പിന്നെ മിക്സ് എന്ന് പറയുന്നതിലേക്ക് നമുക്ക് വരാട്ടോ. മിക്സ് നമുക്ക് അടുത്ത ചെയ്യാനുള്ളതാണ് സാധനങ്ങൾ. അത് പോട്ടെ, അത് തൽക്കാലം നമുക്ക് മൈൻഡ് ചെയ്യേണ്ട, ഞാൻ അടുത്തത് എന്തായാലും വീഡിയോ ചെയ്യാതെ. പിന്നെ പബ്ലിക് ഫോൾഡറിൻ്റെ പാത്തും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് /public എന്നുള്ള സാധനങ്ങൾ വരാൻ വേണ്ടിയിട്ടുള്ളത് അതൊന്ന്. പിന്നെ എന്താ ഉള്ളത് വേറെ, പാത്തിൻ്റെ റിസോഴ്സ് പാത്ത്, നമ്മുടെ വ്യൂവിൽ റിസോഴ്സ് പാത്ത് കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ, ഒരു ഫയൽ സ്റ്റോർ ചെയ്യേണ്ട സമയത്ത് റിസോഴ്സ് പാത്തിൻ്റെ ഉള്ളിൽ, വ്യൂവിലെ റിസോഴ്സിൻ്റെ ഉള്ളിലേക്കാണ് നിങ്ങൾക്ക് ഇത് കയറേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ റിസോഴ്സ് പാത്ത് അങ്ങ് വിളിച്ചു കൊടുത്തായി. ഇനി സ്റ്റോറേജ് പാത്ത് വിളിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ വർക്കാവും. ഈ സാധനം ഇത് കണ്ടില്ല. അടുത്തത് നമുക്ക് സ്ട്രിങ് ഫംഗ്ഷൻസ് ആണ്. സ്ട്രിങ് ഫംഗ്ഷൻസ് 2 അണ്ടർസ്കോർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. എന്താ നമ്മൾ ലോക്കലൈസേഷന്റെ ലാംഗ്വേജിന്റെ ചെയ്ത സമയത്ത് നമ്മൾ എന്താക്കുന്നത് ഈ സാധനം യൂസ് ചെയ്തിട്ടുണ്ട്. 2 അണ്ടർസ്കോർ ഇട്ട് കഴിഞ്ഞാൽ ലൊക്കലൈസേഷൻ വർക്ക് ആവുന്നുള്ള കാര്യം. സോ അതെന്തായാലും ഞാൻ പറയുന്നില്ല ഇപ്പം. ക്ലാസിന്റെ ബേസ് നെയിം അങ്ങനത്തെ ഒക്കെ പോട്ടെ. ഈ HTML കാർസെറ്റിൽ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളാണ്. str ആഫ്റ്റർ ഇത് കണ്ടില്ല, നോക്കിയാൽ this is my name, ഇവിടെ എന്താ നടക്കുന്നത്, str after method returns everything after the given value in a string. അതായത് this is കഴിഞ്ഞിട്ട് എന്താണോ ഉള്ളത് അതിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആഫ്റ്റർ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ശരിക്കുള്ള സ്ട്രിങ്, അതിൽ നിന്ന് ഇത് കഴിഞ്ഞുള്ള ബാക്കിയുള്ള സാധനങ്ങൾ. അപ്പം ഇതല്ലേ സ്പേസ് അടക്കം മൈ നെയിം എന്ന് പറയുന്ന സംഭവം, ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ളത് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യുന്നു. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ബിഫോർ ഇതേപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. പിന്നെ ബിറ്റ്വീൻ എന്തുവാ, ദിസ് ഈസ് മൈ നെയിം, ദിസും നെയിമിൻ്റെയും ഇടയിലുള്ള സാധനം വരണം. ദിസിൻ്റെയും നെയിമിൻ്റെ ഇടയിൽ ഈസ് മൈ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈസ് മൈ തിരിച്ചു വന്നു, കണ്ടില്ലേ. സോ ഇങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ക്യാമൽ കേസിനെ ഞാൻ കാണിച്ചുതരാം. ഈ ക്യാമൽ കേസ് എന്താണെന്നുള്ളത് നോക്കാം. str എന്ന് പറയുന്ന ക്ലാസ് ഇല്ല, നമുക്ക് ജസ്റ്റ് അതിൻ്റെ നെയിം സ്പേസിനൊന്ന് വിളിച്ചു നോക്കാം. കൺവേർട്ടഡ്, അതായത് foo_bar എന്ന് പറഞ്ഞിട്ട് സ്മോൾ ലെറ്ററിൽ കൊടുത്തതാണ്. അതിന് ഞാനൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ എനിക്കത് കണ്ടോ ക്യാമൽ കേസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലെറ്റർ സ്മോൾ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററിലായിട്ട് ക്യാമൽ കേസിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അത് കണ്ടെയ്ൻസ് ചെയ്യുന്നുണ്ട്. ഈ സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ ഇത് ഉണ്ടോ എന്നുള്ളത്, അതിനെന്തോ ഒരു PHP ഉണ്ടല്ലോ, എന്തോ ഒരു സാധനം ഉണ്ട്, മറന്നുപോയത്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. മൾട്ടിപ്പിൾ ഡാറ്റ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൈയും ഇതിൻ്റെ അകത്ത് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ നോക്കാം. ദെൻ അതേപോലെ കണ്ടെയ്ൻ സോള് എൻസ് വിത്ത് എക്സ്പെർട്ടോ എക്സെപ്റ്റ് എന്ന് വെച്ചാൽ എന്തോ നോക്കി നോക്കാം. മെല്ലെ ഇത് ഇരുന്നിട്ട് നോക്കി നോക്കണം. ഫിനിഷ്, ഹെഡ്ലൈന്, പിന്നെ ഈ സ്ട്രിങ് എന്നൊക്കെ പറയുന്ന സാധനം ഇതൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡിലെ മെനു ഒക്കെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് അതായത് URL ഇതുണ്ടോ എന്നുള്ളത് നോക്കി ഇതിൻ്റെ നേരെ ആക്റ്റീവ് ആക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഈ CUID കെബാബ് കേസ് എന്ന് പറയുന്നത് സ്ട്രിങ്ങിൻ്റെ കേസ്. സ്ട്രിങ്ങിൻ്റെ കുറച്ച് നല്ലതാണ് പഠിക്കാൻ. കെബാബ് എന്ന് പറയുന്നത്
ഇപ്പം foo_bar എന്നുള്ളത് ഇത് കബാബ് എങ്ങനെയാണെന്ന് കണ്ടിട്ടില്ല നിങ്ങൾ? കബാബ് ഇതല്ല, സോറി, കബാബിനെ ഇങ്ങനെ കൊടുക്കണം. ഇത് കൊടുത്തതിന് തെറ്റാണ്. വേണ്ടാ, ഈ നമ്മൾ കബാബ് കോർക്കത്തില്ലേ, ഈ കമ്പി കോർക്കുന്ന പോലെ തന്നെ, അതേപോലെ ഉള്ള ഇതുപോലെ ഇത് ഒന്ന് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്തത് കമ്പി, അത് കഴിഞ്ഞിട്ട് അടുത്തതിന് കോർക്കുന്നത്. ഇനി ഇപ്പോൾ ലെങ്തിയിൽ എത്ര ഉണ്ടോ അത്രയും നേരം അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ലെവല്, അതായത് സിമിലർ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ URL ഒക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ബ്ലോഗൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പേജ്, ബ്ലോഗിൻ്റെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് URL ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കബാബ് കേസിലേക്ക് മാറ്റാം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ക്യാമൽ കേസിൽ കൊടുത്താലാണ് എന്ന് തോന്നുന്നു അത് ഇതിലേക്ക് മാറ്റമുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊടുത്തു നോക്കാം, എന്താവും നോക്കട്ടെ. സ്പേസ് ഇല്ലാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കബാബിലേക്ക് മാറുമോ നോക്കാം. ഓക്കെ, കുഴപ്പമില്ല, അത് വരുന്നുണ്ട്. ഇതിലേതോ ഒരു കേസിൽ പിന്നെ LC ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോവർ കേസ് ഫസ്റ്റ് ലെറ്ററിന്റെ ലോവർ കേസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇതല്ല, ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ LC ഫസ്റ്റ് കൊടുത്താൽ ഇത് സ്മോൾ ലെറ്റർ ആവും. സോ ലെങ്ത്, ഇതിന് എത്ര ലെങ്ത് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ ലിമിറ്റ് എത്ര ലിമിറ്റിൽ വെച്ചിട്ട് കട്ട് ആവണം എന്നുള്ളത് പറയുന്നത്, പിന്നെ ലോവർ മാർക്ക് ഡൗൺ മാസ്ക് ചെയ്യുന്നത്, അതായത് നിങ്ങൾ ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പേഴ്സ് ഇത് കാണിക്കുന്ന കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇമെയിൽ കാണിക്കുന്ന സമയത്ത് മൊബൈൽ നമ്മൾ ബാങ്കിൻ്റെ ഒക്കെ എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ഒരു 10 അക്കം വെട്ടിയിട്ടിട്ട് അവർ കാണിക്കുന്നിട്ട് ലാസ്റ്റത്തെ ഒരു 4 അക്കം മാത്രമേ കാണിക്കത്തുള്ളൂ. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ മാസ്ക് എന്ന് പറയുന്നതൊക്കെ യൂസ് ചെയ്യുന്നത്. സോ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ PHP അകത്ത് തിരഞ്ഞ് കണ്ടുപിടിച്ച് ചെയ്ത് വരുമ്പോഴേക്കൊക്കെ നേരെ എടുക്കും. സോ ഇതിൻ്റെ അകത്ത് സാധനങ്ങൾ കിടപ്പുണ്ട്, ഈ മാസ്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, പിന്നെ ഇടയിലുള്ള മാസ്ക് ചെയ്യുന്നത് കണ്ടില്ലേ, ഇപ്പോൾ കറക്റ്റായിട്ട് പൊസിഷൻ പറഞ്ഞു കൊടുത്താൽ ഇടയിലുള്ളത് മാസ്ക് ചെയ്ത് തരും. പിന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്, പാഡിങ് ലെഫ്റ്റ് തിരിച്ചും മറിച്ചും അങ്ങോട്ടും പാഡിങ് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്ന, അവിടുന്ന് കട്ട് ചെയ്യുന്നതും, പിന്നെ പ്ലൂറലും സിംഗുലറും എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇപ്പം ഞാനിപ്പം പ്ലൂരൽ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തിൻ്റെ പ്ലൂരൽ കിട്ടണം, ചൈൽഡിൻ്റെ പ്ലൂരൽ കിട്ടണം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താ ചിൽഡ്രൻ കിട്ടുമോ നോക്കി നോക്കാം. ചിൽഡ്രൻ കണ്ടില്ല, കിട്ടി. ഇനിയിപ്പോൾ അതേപോലെ യൂസറിൻ്റെ പ്ലൂറിൽ യൂസേഴ്സ് കിട്ടി. ഇനി നേരെ നമുക്കിത് തിരിച്ചു കൊടുത്തു നോക്കി നോക്കാം. ചൈൽഡിൻ്റെ ഇതിനെ പോലത്തെ ടൈപ്പ് ചെയ്യുന്ന ഇവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ ചിൽഡ്രൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് സിംഗുലർ കിട്ടാൻ വേണ്ടിയിട്ട്, സിംഗുലർ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മോഡലിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ലാറവൽ ടേബിൾ നെയിം പ്ലൂരലും മോഡൽ നെയിം സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ സമയത്തൊക്കെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. ഇതിനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് എടുക്കാം. പിന്നെന്തുവാ, പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിമൂവ്, സ്ട്രിങ്ങിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ, ഇതൊക്കെ പോട്ടെ. റിവേഴ്സ് ചെയ്യുന്നത്, തിരിച്ച് ഇതൊക്കെ ഹലോ വേർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് എങ്ങനെ വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളെ കേസിനനുസരിച്ചാട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വല്ലതും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വരാം. സ്നേക്ക് കേസ് foo_bar എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ സ്നേക്ക് കേസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം നമുക്ക്. ഇതാണല്ലേ, അണ്ടർസ്കോർ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന സാധനം സ്നേക്ക് കേസ് ആണ് വരുന്നത്. പിന്നെ ഉണ്ടല്ലോ, ഇനി ക്യാമൽ കേസിൻ്റെ ഒക്കെ സാധനങ്ങൾ വരാനുണ്ട്. പിന്നെ സ്ക്വിഷ്, ഇതെന്തോ സംഭവം, സ്പേസ് ഒഴിവാക്കുക, റിമൂവ് ഓൾ എക്സ്ട്രാനിയസ് വൈറ്റ് സ്പേസ് ഫ്രം എ സ്ട്രിങ്. സ്പേസ് ഒഴിവാക്കുന്ന സാധനം, അതായത് ട്രിം ചെയ്യുന്ന തോന്നുന്നു അതിൻ്റെ അകത്ത് നടക്കുന്നത്. ദെൻ താഴത്തേക്ക് പോകുന്നത് സബ്സ്ട്രിങ് എടുക്കുന്നത്, ഇതൊക്കെ PHPയിലുള്ള ഫങ്ഷൻസ് ആണ്. സബ്സ്ട്രിങ് എന്ന് പറയുന്നത് അതൊക്കെ ഇവന്മാർ എടുത്തുകൊണ്ടെന്നാണ്. പിന്നെ ഇതിനെ ടൈറ്റിലായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ സ്മോൾ ലെറ്ററിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് എന്താക്കാം, ടൈറ്റിലാക്കി മാറ്റുന്ന തരത്തിൽ, അതായത് ടൈറ്റിൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇതല്ലേ, നമ്മളെല്ലാം ഇപ്പോൾ സ്മോൾ ലെറ്ററിലാണ് കൊടുത്തത്, അതിൻ്റെ ഒരു ടൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. പിന്നെ യൂസി ഫസ്റ്റ് സാധാരണ ചെയ്യുന്ന തന്നെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനത്തെ ഹെൽപ്പർ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്, സ്ലഗ് അവിടെ നോക്കട്ടെ. യൂസി സ്പ്ലിറ്റ് അപ്പർ UID ജനറേറ്റ് ചെയ്യാനുള്ളതാണ്. വേർഡ്സ് STR സ്നേക്ക് ഇതൊക്കെ പോട്ടെ. ട്രാൻസ്ലേഷൻ നമ്മൾ നോക്കി, ട്രാൻസ്ലേഷന് വേണ്ടിയിട്ടുള്ളതാണ്. സ്ലഗ് ഇല്ലയോ, സ്ലഗ് ഉണ്ടായിരുന്നല്ലോ, ആണ്ടിരിക്കും, നമ്മൾ മിസ്സായിപ്പോയത് കേട്ടോ. ലാറവൽ സ്ലഗ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കറക്റ്റ് ഐഫണായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന തരത്തിലേക്ക് അത് വരും. അത് സ്ലഗ് ഫംഗ്ഷനാണ് ഇപ്പോൾ താഴത്തേക്ക് വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ നമ്മൾ. സോ ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങളുണ്ട്, അത് നോക്കുക, കറക്റ്റായിട്ട് നോക്കിയിട്ട് യൂസ്ഫുൾ ചെയ്യാം. സ്റ്റഡ്ലി ടെസ്റ്റ് വാട്ട് കണ്ടെയ്ൻസ് വെൻ empty സ്ട്രിങ് മുകളിലേക്ക് തന്നെ പോവാം. ഇതിൻ്റെ അകത്ത് പാത്ത്
ആസ്കി, റിവേഴ്സ്, സിംഗുലർ, ട്രാൻസിസ്റ്റിയർ എന്ന് പറഞ്ഞു. ഇതിന് ഫ്ലുവൻറ്റ് സ്ട്രിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടില്ല, സ്ട്രിങ്ങിൻ്റെ കുറേ സാധനങ്ങൾ. ഇപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ നോക്കിയ മാസ്ക് കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ ഇത് കുറേ ഉണ്ട്. പിന്നെ URL ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൗട്ടിൻ്റെ കുറച്ച് ഫംഗ്ഷൻസ്, അതായത് ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. നമ്മൾ URL ജനറേറ്റ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ റൗട്ടിങ് കാര്യങ്ങളും നോക്കി. പിന്നെ മിസ്ലേനിയസ് ആയിട്ടുള്ള ഡി ഡി എന്ന് പറയുന്ന സാധനം നമുക്കിതിപ്പോൾ ജസ്റ്റ് ഇത് മുകളിൽ യൂസേഴ്സിൻ്റെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഇവിടെ DD എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് DD യൂസേഴ്സ്, അതായത് DD എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡംപ് ആൻഡ് ഡൈ എന്നാണ്. അതായത് ഡംപ് ചെയ്യുക എന്നിട്ട് മരിക്കുക. അപ്പോൾ കാണിച്ചു തന്നു കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒരു പരിപാടിയില്ല, അതോടെ തീർന്നു മൂപ്പര പരിപാടി, അവിടെ വെച്ചിട്ട് നിർത്തും. പിന്നെ അതിൻ്റെ താഴത്തേക്ക് പോകില്ല. അപ്പോൾ അത് ഇവിടെ വെച്ച് നിങ്ങൾക്ക് കാണും വേണം, അത് കഴിഞ്ഞിട്ട് ബാക്കി താഴത്തേക്ക് എല്ലാം സ്റ്റോപ്പ് ചെയ്യും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ DD യൂസ് ചെയ്യാം, ഡംപ് ആൻഡ് ഡൈ എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യാം. പിന്നെ അബോട്ട് ഇതെല്ലാം ഓരോന്ന് എടുത്ത് വായിച്ച് നോക്കി കേട്ടോ. അബൌട്ട് ബിക്രിപ്റ്റ് നമ്മൾ പാസ്വേഡ് ഹാഷ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ ബ്രോഡ്കാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ഫംഗ്ഷൻസ്, റിക്വസ്റ്റ്, CSRF, കോൺഫിഗർ, ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട് ഓൾഡ് വാലിഡേഷൻ്റെ സമയത്ത് ചെയ്തു, ലോഗ് ചെയ്യുന്ന സാധനം ചെയ്തു, റെസ്ക്യൂ സെഷൻ്റെ സാധനം ചെയ്തു. ടുഡേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്താ വരുന്നത് നോക്കി നോക്കട്ടെ. എങ്ങനെയാണ് വിളിക്കുന്നത്? ജസ്റ്റ് ഫംഗ്ഷൻ മാത്രം, DD ടുഡേ എന്ന് പറഞ്ഞിട്ട് DD ഉള്ളിൽ തന്നെ വിളിച്ചോക്കാം. അവിടെ നിൽക്കട്ടെ, തീർന്നു നിൽക്കട്ടെ. ഇതല്ലേ എവിടെ 2022 മെയ് 19 ടൈമൊന്നുമില്ല അല്ലേ, ടൈം കിട്ടുന്നില്ല. അപ്പോൾ ടുഡേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കറക്റ്റ് ഡേറ്റ്, അതായത് നമ്മളിപ്പോൾ എന്താ ഡേറ്റ് ഓഫ് IMD എന്ന് പറഞ്ഞാൽ പണ്ട് വിളിച്ചുകൊണ്ടിരുന്ന സാധനത്തിന് ഇപ്പോൾ ടുഡേ അങ്ങ് വിളിച്ചു കൊടുത്താൽ മതി. നേരെ ലാറവലിൻ്റെ ഉള്ളിൽ നമുക്ക് ഇന്നത്തെ ഡേറ്റ് കറക്റ്റായിട്ട് കിട്ടും. ഇനിയിപ്പോൾ എന്താ ഉള്ളത്, ടുഡേ കഴിഞ്ഞു, നേരെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളായിട്ട് ഇരുന്ന് നോക്കുക. ഇതിൻ്റെ അകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ഫുള്ളായിട്ട് പറഞ്ഞിട്ടില്ല, നടക്കത്തില്ല, അത് ഒരിക്കലും തീരത്തൂല്ല. ഇതിങ്ങനെ 1-2 മണിക്കൂറൊക്കെ ആയിപ്പോകും ചിലപ്പോൾ. ഇത് ഫുള്ളായിട്ട് ഓരോന്ന് പറഞ്ഞു തരും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡിൽ പോയത്. ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് പലതരത്തിലുള്ള ഹെൽപ്പർ ഫംഗ്ഷൻസ് ലാറവലിൻ്റെ ഉള്ളിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഡോക്യുമെന്റേഷൻ ആദ്യം നല്ലപോലെ ഒന്ന് വായിച്ച് നോക്കുക. ആ ഡോക്യുമെന്റേഷൻ്റെ ഉള്ളിൽ തന്നെ ഈ സാധനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ ഓരോന്ന് എടുത്ത് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും, ഇത് ഇന്ന സ്ഥലത്ത് എനിക്ക് ഉപയോഗിച്ചാൽ നന്നായിരിക്കും, ഇത് ഇന്ന സ്ഥലത്ത് ആവശ്യമുള്ള സാധനമാണ്, എനിക്ക് അവിടെയൊക്കെ വരുന്ന സമയത്ത് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്ന ബ്ലോഗിൻ്റെ ഒക്കെ ഒരു പ്രൊജക്റ്റ് വരികയാണ സമയത്ത് അപ്പോഴാണ് നമുക്ക് ആ സ്ലഗ് എന്ന് പറയുന്ന സാധനമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് വരിക. അതായത് URL നമുക്ക് ID പാസ് ചെയ്തിട്ട് കാണിക്കാൻ പറ്റില്ല, പക്ഷേ ഈ യൂണീക്ക് ആയിട്ടുള്ള ഒരു സ്ലഗ് വേണം ക്രിയേറ്റ് ചെയ്യാൻ. അതിന് സ്ലഗബിൾ എന്ന് പറഞ്ഞിട്ടൊരു മറ്റേ ബാരി വേച്ചിൻ്റെ ഒരു ഇതുണ്ടല്ലോ, സ്ലഗബിൾ എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജ് ഉണ്ട്. സ്ലഗബിൾ പാക്കേജ് ലാറവൽ എവിടെ പോയി, സ്പാറ്റിൻ്റെ ലാറവൽ സ്ലഗബിൾ എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജ് ഉണ്ട്. ഇതായിരുന്നു ഞങ്ങളൊക്കെ പണ്ട് ആദ്യമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് ഈ സ്ലഗ് എന്ന് പറഞ്ഞിട്ട് ഈ ലാറവലിൻ്റെ തന്നെ റിലീസിൽ സ്ലഗ് വന്ന സമയത്താണ് നേരെ എന്താക്കിയത്, അത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്, സ്ലഗബിളിൽ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ആ സ്ലഗ് യൂണീക്ക് ആണോ അങ്ങനത്തെ കാര്യങ്ങളാണോ എന്നൊക്കെ നമ്മൾ ഈ പാക്കേജിന് ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്തോളും. ഇതാകുമ്പോൾ നമ്മൾ സ്ലഗ് മാത്രം ആ സ്ട്രിംഗ് നമ്മൾ നെയിം അങ്ങോട്ട് ഇപ്പോൾ ബ്ലോഗിന്റെ നെയിം വിച്ച് ആർ ദ ബെസ്റ്റ് പ്രൈവറ്റ് പൂൾ റിസോർട്സ് ഇൻ വയനാട് എന്ന് പറഞ്ഞിട്ടുള്ള ലെവലിലൊരു ബ്ലോഗാണെന്ന് ഇരിക്കും. അപ്പോൾ ടൈറ്റിൽ അത് കൊടുത്ത്, പക്ഷെ സേവ് ചെയ്യുന്ന സമയത്ത് നമ്മളെടുത്ത് ആ ടൈറ്റിൽ മാത്രമല്ല, ആ ടൈറ്റിൽ വെച്ചിട്ട് നമുക്ക് എന്താ സ്ലഗ് ജനറേറ്റ് ചെയ്യാം. ഈ ഹെൽപ്പർ ഫംഗ്ഷൻസ് വെച്ചിട്ട് സ്ലഗ് ജനറേറ്റ് ചെയ്യാം. പിന്നെ ബാക്കി ആ ടേബിളിൽ അങ്ങനെ പേരിലൊരു സ്ലഗ് ഉണ്ടോ, ആ സ്ലഗ് ഉണ്ടെങ്കിൽ അത് ഇതിനെ വേറെ ഒന്നുകൂടി ലാസ്റ്റിൽ 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൻഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിനെ സേവ് ചെയ്യണം. അങ്ങനത്തെ പരിപാടികളൊക്കെ ഈ ലാറവലിന്റെ സ്പാറ്റിന്റെ ഈ ലാറവൽ സ്ലഗബിൾ എന്ന് പറയുന്ന പാക്കേജ് ചെയ്യുമായിരുന്നു. പക്ഷെ നമുക്ക് ഇതിൽ വരുന്നത് സമയത്ത് ഇത് ജസ്റ്റ് ഒരു സാധനം ഹെൽപ്പർ ഫയലാണ്. എന്തെന്ന് ജസ്റ്റ് ഇതൊന്ന് ജനറേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞു പരിപാടി. ബാക്കി നിങ്ങൾ ആയിക്കോളുക, ഞങ്ങളോടൊന്നും പറയണ്ട. നമ്മൾ പറയുന്ന സംഭവം എന്താണോ വേണ്ടത് അത് പറഞ്ഞാൽ അതങ്ങ് തിരിച്ചും കൊടുത്തു തരും. ബാക്കി പിന്നെ എന്താ വെച്ചാൽ ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഹെൽപ്പറിൻ്റെ അകത്ത് ഇത്രയേ ഉള്ളൂ. ബാക്കി ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിത് കംപ്ലീറ്റ്ലി വായിച്ച് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ പറഞ്ഞേക്കുക, പിന്നെ ഡീറ്റെയിൽസ് എന്തെങ്കിലും പ്രോബ്ലംസ് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ താഴെ കമൻറ്റ് ചെയ്തതിന് ശേഷം ഇനി അവിടെ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ ജസ്റ്റ് ജോയിൻ ചെയ്യുക. അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, ഇഷ്ടംപോലെ ആൾക്കാർ പറഞ്ഞു തരാനുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി, എന്നാൽ വേറെ ഒന്നും പറയാനില്ല. ബാക്കിയുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.